ഇന്ന് പാർലമെന്റ് സെഷൻ ആരംഭിക്കുകയാണ്. ബഡ്ജറ്റ് സമ്മേളനമാണ്. 2 സെഷനിലായി നടക്കുന്ന ഈ പാർലമെന്റ് സമ്മേളനം ഇന്നു മുതൽ ഏപ്രിൽ 4 വരെയാണ്. ഈ സമ്മേളനത്തിനിടയിൽ 16 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. അതിൽ അപ്രതീക്ഷിതമായി നിർണായകമായ ഒരു ബില്ല് അമിത്ഷാ അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിനു മുൻപൊന്നും ഇത്തരം ഒരു ബില്ലിനെ കുറിച്ചുള്ള സൂചന പോലും ഇല്ല എങ്കിൽ ഇപ്പോൾ ആ ബില്ല് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് വരുന്നത്. ഏതായാലും പ്രധാനമായി അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബില്ലുകൾ, ഒന്ന് വഖഫ് ഭേദഗതി ബില്ലാണ്, മറ്റൊന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലാണ്. അതിനപ്പുറത്തേക്ക് പോകുന്ന വമ്പൻ ബില്ല് അമിത്ഷാ അവതരിപ്പിക്കുന്ന ബില്ല് എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഭേദഗതിയോടുകൂടി അവതരിപ്പിക്കുന്നത്. കുടിയേറ്റം തടയുക, കുടിയേറിയവരെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യവുമായി തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലടക്കം ബംഗാളിലടക്കം അമിത്ഷാ പറഞ്ഞത് ഉറപ്പായും ഇവിടുത്തെ അനധികൃതരായി കുടിയേറിയവരെ പുറത്താക്കുമെന്നാണ്. ജാർഖണ്ഡിലും ബംഗാളിലുമൊക്കെ കണക്കുകൾക്കും അതീതമായുള്ള കുടിയേറ്റമാണ് ബംഗ്ലാദേശിൽ നിന്നും മറ്റും നടന്ന് അവരെ പുറത്താക്കാൻ ഉള്ള കൃത്യമായ രൂപരേഖയാണ് ഈ ബില്ലിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ വിദേശികളുടെ പ്രവേശനവും താമസവും തിരിച്ചു പോകുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് വിദേശികളുടെ രജിസ്ട്രേഷൻ ആക്ട് 1939 ആണ്. ഒപ്പം തന്നെ ഫോറിനേഴ്സ് ആക്ട് 1946 ആണ്. ഇത് ഭേദഗതി ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള US, UK എന്നീ രാജ്യങ്ങളുടേതുപോലുള്ള ഒരു നിയമമാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ താൽക്കാലിക ലാൻഡിങ് 3 ദിവസമാണ്. പുതിയ ബില്ലിൽ ഇതിന് ഒരു ചെറിയ ആശ്വാസമുണ്ട്. ഈ താൽക്കാലിക ലാൻഡിങ്ങിന് വരുന്നവർ മെഡിക്കൽ എമർജൻസിയിലാണ് വരുന്നതെങ്കിൽ കുറച്ച് ദിവസം കൂടി നീട്ടിക്കിട്ടും. ഒപ്പം തന്നെ നിലവിലുള്ള ദീർഘകാല വിസ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ, ഇന്ത്യയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ, മെഡിക്കൽ രംഗത്തേക്ക് എത്തുന്ന പ്രൊഫഷണലുകൾ, ഗവേഷണം നടത്താനെത്തുന്നവർ, തൊഴിൽ, ഇന്ത്യയിൽ നടക്കുന്ന പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും അടക്കം അനവധി വിദേശികളാണ് ഇന്ത്യൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നത്. അത്തരത്തിൽ തൊഴിൽ അനുബന്ധമായി ഉള്ള പ്രൊജക്റ്റ് വിസ എന്നിവ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 14 ദിവസത്തിനുള്ളിൽ എവിടെയാണ് ഇവർ താമസിക്കുന്നതെന്നുള്ള വിവരം ആ സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇത് 24 മണിക്കൂറായി നിജപ്പെടുത്തിയിരിക്കുന്നു. അതായത് കൃത്യമായി രേഖകളില്ലാതെ വന്നവരെ എല്ലാം തന്നെ തൂത്തുപെറുക്കി പുറത്തു കടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. അനധികൃത കുടിയേറ്റം തടയുക, ബംഗ്ലാദേശി പൗരന്മാരും റോഹിംഗ്യ അഭയാർത്ഥികൾക്കും എല്ലാം ഇത് ബാധകമാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നിയമം അനുസരിച്ചാണ് എങ്കിൽ ഇവിടെ ഇത്തരം ആളുകൾക്ക്, അതായത് 180 ദിവസത്തിന് മുകളിൽ ഇവിടെ തങ്ങുന്ന ആളുകൾക്ക് ഉള്ള നിയമമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിലടക്കം കുടിയേറിയിരിക്കുന്ന ബംഗ്ലാദേശികളൊന്നും ഈ പരിധിയിൽ പെടുന്നില്ല. അവരൊക്കെ അനധികൃതമായി കുടിയേറിയവർ തന്നെയാണ്. അവരൊക്കെ പുറത്താക്കപ്പെടേണ്ടവർ തന്നെയാണ്, പുറത്താവുക തന്നെ ചെയ്യും. ഈ സെഷനിൽ അവതരിപ്പിക്കുന്ന മറ്റ് ബില്ലുകൾ റെയിൽവേ ഭേദഗതി ബിൽ 2024, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ 2024, ദുരന്ത നിവാരണ ഭേദഗതി ബിൽ, നിവാരണ പ്രതികരണ സംവിധാനം തുടങ്ങി അനവധി ബില്ലുകളുണ്ട്. 16 ബില്ലുകളാണ് ടോട്ടൽ അവതരിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വരുന്നിരിക്കുന്ന എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണോ എന്നറിയത്തില്ല. രാജ്യവ്യാപകമായി തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പിടിക്കുകയും അകത്താക്കുകയും പുറത്താക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിൽ പോലും വലിയ രീതിയിലുള്ള റെയ്ഡുകളും മറ്റും നടക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.